ദേ മനുഷ്യനെ ഇമ്മാതിരി കൊതിപ്പിക്കാൻ പാടില്ല കേട്ടോ എന്ന് ഞാൻ ഈ പലഹാരത്തിലൂടെ പറഞ്ഞത് കേട്ടോ. എന്താണെന്നറിയോ, ഇമ്മാതിരി മനുഷ്യനെ കൊതിപ്പിക്കുന്ന വേറൊരു പലഹാരം ഞാൻ കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ഇത് തയ്യാറാക്കുന്ന സമയത്തെ എന്തായാലും വായിന്ന് വെള്ളം വരും. ഇതിൻ്റെ ഉള്ളിൽ എന്തായി കാണുന്നേ? ഇതെന്താണെന്ന് മനസ്സിലായോ? ചോക്ലേറ്റ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്. ഏത് സമയത്ത് കിട്ടിയാലും കഴിക്കാൻ ഇഷ്ടമാണ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാലിപ്പൂവും പഴം 3 എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്കയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഏലക്ക എവിടെയാണ് പഴം എവിടെയെന്ന് ആർക്കും മനസ്സിലാവരുത്. അമ്മാതിരി അരച്ചെടുക്കണം. നല്ല മണം വരും ഈ സമയത്ത്. ഇനി ചേർക്കേണ്ടത് നല്ല അരിപ്പൊടിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയുടെ കൂടെ തന്നെ കുറച്ച് പുട്ടുപൊടി ചേർക്കുന്നത്. എന്തിനാണെന്നറിയോ, ഈ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു ഒരു ഫീൽ വരില്ലേ, ഈ പുട്ടുപൊടി കൂടെ ചേർക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടാനാണ് കുറച്ച് തരിതരിപ്പുള്ള പുട്ടുപൊടിയും പിന്നെ കുറച്ച് റവയും, 1 സ്പൂൺ റവയും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, റവ ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ റവ ചേർത്താൽ മതി. അതും ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ഇതുപോലെ നന്നായി മൂത്ത് ബ്രൗൺ കളറായി വരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴവും ഏലക്കയും ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി ചേർക്കേണ്ടത് എന്താണ്? ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി പാനിയാക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്ര ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നതാണ് അടുത്ത പണി. അപ്പോൾ കറക്റ്റ് പാകത്തിന്, ഉണ്ണിയപ്പത്തിൻ്റെ പാകത്തിന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. എന്തൊരു മണമല്ലേ! ഉണ്ണിയപ്പം അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, ഏത് സമയത്ത് കിട്ടിയാലും കഴിക്കാം. ഉണ്ണിയപ്പം കൊതിപ്പിച്ച മാതിരി ഒന്നും വേറൊന്നും കൊതിപ്പിച്ചിട്ടില്ല മക്കളേ എന്ന് പറയുന്ന മാതിരിയാണ് ഉണ്ണിയപ്പം എപ്പോഴും കൊതിപ്പിക്കില്ല. അതിൻ്റെ ഒപ്പം തന്നെ നല്ല നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ നിറയെ എള്ള് ചേർത്തിട്ടുണ്ട്. ആ വറുത്തിട്ടുള്ള നെയ്യും കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അതായത് ചൂടായ നെയ്യ് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇത് തന്നെ കൊതിപ്പിക്കാൻ ഏകദേശം വേറെ ലെവലായ ഒരു മാവാണ് ഇത്. ഇതിനകത്താണ് നമ്മുടെ ചോക്ലേറ്റ് വരുന്നത്. എങ്ങനെ വരുമെന്നറിയോ, 1 സ്പൂണിൽ ഇതുപോലെ മാവ് എടുത്തിട്ട് ചോക്ലേറ്റ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കലാപരമായ ആർട്ട്, ഈ കുക്കിംഗ് ഒരു കലയാണെന്ന് പറയുന്ന പോലെ ഇവിടെയാണ് ആ കല കാണേണ്ടത്. അതായത് മാവ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ആ ചോക്ലേറ്റ് വരുന്ന പോലെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് നല്ല കറക്റ്റായിട്ട് 2 സൈഡും നോക്കിയാൽ ചോക്ലേറ്റ് കാണരുത്. എന്നാൽ ഈ എണ്ണയിൽ കിടന്ന് ഇത് മൂത്ത് വന്ന് ഉൾഭാഗമൊക്കെ വെന്ത് വരുമ്പോൾ ആ ഉള്ളിലത്തെ ചോക്ലേറ്റ് ഉണ്ടല്ലോ കുറച്ചൊന്ന് മെൽറ്റാവും കേട്ടോ. വളരെ കുറച്ച് ആ പുറം ഭാഗമൊക്കെ മെൽറ്റാവുകയും ചെയ്യും. അത് നമ്മുടെ ഡയറി മിൽക്കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ആ പുറം ഭാഗം ഇങ്ങനെ മെൽറ്റായി വന്നിട്ട് ഉള്ളിൽ കുറച്ചിങ്ങനെ കടിക്കാനും കൂടി ഉണ്ടാവും കേട്ടോ. ഇതാണ് ഉണ്ണിയപ്പത്തിൻ്റെ പാകം. കൊതിപ്പിക്കലിൻ്റെ വേറെ ലെവലാണ്. ഇനി പറഞ്ഞ നമ്മൾ എന്തായാലും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കൊതി വരാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് മാത്രമല്ല, ഈ പലഹാരം തയ്യാറാക്കിയിട്ട് ഞാൻ പലഹാരത്തിനോട് തന്നെ ചോദിച്ചു, മനുഷ്യനെ ഇമ്മാതിരിയൊക്കെ കൊതിപ്പിക്കാൻ പാടുണ്ടോ? ഇത് ദ്രോഹമല്ലേ? അങ്ങനെ ചോദിച്ചു പോകും. അപ്പോൾ വേഗം തന്നെ തയ്യാറാക്കി നോക്കുക. നല്ല ചോക്ലേറ്റ് വെച്ചിട്ടുള്ള കിട്ടില്ല ഉണ്ണിയപ്പം.